കൂൾ ബാറിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിലൊരു അവിൽ മിൽക്ക് തയ്യാറാക്കിയെടുത്താലോ. നല്ല ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാനായിട്ട് നല്ല റിച്ച് ടേസ്റ്റിൽ വരുന്ന ഒരു അവിൽ മിൽക്കാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പഴം വേണം. മൈസൂർ പഴമോ അതല്ലെങ്കിൽ പാളയംകോടൻ പഴമോ ഒക്കെ എടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ റോബസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്, അപ്പോൾ 3 എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം എടുക്കരുത്. അപ്പോൾ ഇത് ഒരു വലിയ ഒരു 3 ഗ്ലാസ് അളവിലേക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊരു മീഡിയം മധുരമാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇത് മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചാൽ ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു ടെക്സ്ചറും ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് പാലാട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാലൊഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇത് നമുക്ക് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കും. പിന്നെ വേണ്ടത് നിലക്കടല വേണം. അതേപോലെ തന്നെ ബദാമൊക്കെ ഉണ്ടെങ്കിൽ ബദാമൊക്കെ എടുക്കാം. പിന്നെ പൊരിയവിലാണ് വേണ്ടത്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ആദ്യം നമുക്ക് പൊരിയവില ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് കുടിക്കാൻ നേരത്ത് ഇതേപോലെ സെറ്റ് ചെയ്താൽ മതി കേട്ടോ. അതുവരെ എല്ലാം സെപ്പറേറ്റ് മാറ്റി വെച്ചാൽ മതി. അല്ലെങ്കിൽ അവിലൊക്കെ നന്നായിട്ട് തണുത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ മുകളിലായിട്ട് നിലക്കടല ഇട്ട് കൊടുക്കാം. പിന്നെ ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ വീണ്ടും പൊരിയാവില ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും ഇതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഈ പാലിന് നല്ല തണുപ്പുണ്ടായ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. പാല് തണുപ്പിച്ചതിന് ശേഷം എടുത്താൽ മതി. അതിന് മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ചും കൂടെ ബൂസ്റ്റ് പൗഡറും പിന്നെ നട്ട്സുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല റിച്ച് ആക്കിയിട്ട് തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്